ഏതുതരം ഇവന്റ്സും ഭംഗിയായി നടത്താൻ ഒരേ ഒരിടം, ക്ലാപ്പ് ഔട്ട് ഇവന്റ്സ്. ബിജെപിയെ പിന്താങ്ങി നിശബ്ദരായി നിൽക്കുന്ന ബോളിവുഡ് ഇതിഹാസങ്ങളൊക്കെ കണ്ടുപഠിക്കണം വിജേന്ദർ സിംഗ് എന്ന ചുണക്കുട്ടനെ. 2012 അതായത് രാജ്യം കോൺഗ്രസ് ഭരിച്ചിരുന്ന സമയത്ത് പെട്രോളിനും ഡീസലിനും ചെറിയ രീതിയിൽ വിലവർധന ഉണ്ടായ സമയത്ത് അക്ഷയ് കുമാർ ഒരു ട്വീറ്റ് ചെയ്യുന്നു. ഞങ്ങൾ ഇനി എന്ത് ചെയ്യും? പെട്രോളിനും ഡീസലിനും വില വർദ്ധിച്ചു കഴിഞ്ഞാൽ ഞങ്ങളെപ്പോലെയുള്ള ആളുകളൊക്കെ ഇനി സൈക്കിൾ ഓടിച്ച് പോകേണ്ടി വരുമെന്നാണ് അക്ഷയ് കുമാർ അന്ന് ട്വീറ്റ് ചെയ്തത്. ഇന്ന് ഡീസലിനും പെട്രോളിനും വലിയ രീതിയിൽ വില വർദ്ധിച്ചു വരുന്ന സമയം, രാജ്യത്തെ ജനങ്ങൾ കഷ്ടപ്പാടിലുള്ള സമയം, ഈ സമയത്ത് ഒരക്ഷരം മിണ്ടാതെ ബിജെപിക്ക് വേണ്ടിയിട്ട് PR വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അക്ഷയ് കുമാർ അടങ്ങുന്ന ബോളിവുഡ് ഇതിഹാസങ്ങൾ. ഇവിടെയാണ് വിജേന്ദർ സിംഗ് എന്ന ചുണക്കുട്ടനെ പലരും കണ്ടുപഠിക്കേണ്ടത്. പറയേണ്ട രീതിയിൽ പറഞ്ഞ് ഈ രാജ്യത്തിന്റെ മതേതരത്വം കാത്തു സൂക്ഷിക്കാൻ മുന്നോട്ട് വന്ന ആ ബോക്സിംഗ് ഇതിഹാസത്തിന്റെ വാക്കുകൾക്ക് കാലമല്ല, ചരിത്രമല്ല, ലോകമൊന്നാകെ അദ്ദേഹത്തിന്റെ വാക്കുകൾക്ക് വലിയ രീതിയിൽ വില നൽകുകയാണ്. കാരണം ഈ രാജ്യത്തിന്റെ നിലവിലെ അവസ്ഥ അങ്ങനെയാണ്. 2008, 2009 കാലങ്ങളിലൊക്കെ മനോരമയുടെയും മാതൃഭൂമിയുടെയും ഒക്കെ സ്പോർട്സ് പേജുകളിൽ നിറഞ്ഞു നിന്നുകൊണ്ട് രാജ്യത്തിന്റെ അഭിമാനമായി മാറിയ വിജേന്ദർ സിംഗ് എന്ന ബോക്സിംഗ് ഇതിഹാസം ഇന്ന് പറഞ്ഞിരിക്കുന്നു, സഫൂറ സർഗറിന് എന്തുകൊണ്ടാണ് ജാമ്യം ലഭിക്കാത്തത്? സഫൂറ സർഗറിന് ജാമ്യം കൊടുക്കാതെ ഈ രാജ്യത്തെ ഒറ്റിക്കൊടുത്ത ദവീന്ദർ സിംഗ് എന്ന കശ്മീരിലെ മുതിർന്ന പോലീസ് ഉദ്യോഗസ്ഥന് ജാമ്യം കൊടുത്തിരിക്കുന്നു. ഈ രാജ്യത്തെ കരിനിയമത്തിനെതിരെ ശബ്ദിച്ച സഫൂറ സർഗർ എന്ന ഗർഭിണിക്ക് ജാമ്യം കൊടുക്കാൻ സാധിക്കുകയില്ല എന്ന് പറയുന്നു. ഹിസ്ബുൾ മുജാഹിദീൻ തീവ്രവാദികൾക്കൊപ്പം ഈ രാജ്യത്തെ തകർക്കാൻ വന്ന ദവീന്ദർ സിംഗ് എന്ന് പറയുന്ന പോലീസുകാരന് ജാമ്യം കൊടുക്കുമ്പോൾ എന്തുകൊണ്ട് രാജ്യത്തെ ഒരു കരിനിയമത്തിനെതിരെ ശബ്ദിച്ചതിന്റെ പേരിൽ അറസ്റ്റിലായിട്ടുള്ള സഫൂറ സർഗറിന് ജാമ്യം കൊടുക്കുന്നില്ല എന്നാണ് വിജേന്ദർ സിംഗ് എന്ന ബോക്സിംഗ് ഇതിഹാസം പരസ്യമായി രംഗത്ത് വന്ന് ചോദിക്കുന്നത്. ആ ചോദ്യം പ്രസക്തമാകുന്നത് ഇന്ന് പല പ്രമുഖരും, കായിക രംഗത്തുള്ള ആളുകളായാലും സിനിമാ രംഗത്തുള്ള ആളുകളായാലും ബിജെപിയുടെ സ്ഥാനമാനങ്ങൾക്ക് വേണ്ടിയിട്ട്, അവർ നൽകുന്ന ഓച്ചാനങ്ങൾക്ക് വേണ്ടിയിട്ട് നിശബ്ദത പാലിച്ചു നിൽക്കുന്ന ഈ സമയത്ത് ഇതുപോലെയുള്ള വാക്കുകളാൽ കടന്നു വരാൻ വിജേന്ദർ സിംഗ് എന്ന ആ ബോക്സിംഗ് ഇതിഹാസത്തിന് സാധിച്ചിട്ടുണ്ടെങ്കിൽ അദ്ദേഹത്തെ കാണിച്ചിട്ട് നമുക്ക് പറയാൻ സാധിക്കും, അതാണ് മതേതരത്വം, അതാണ് യഥാർത്ഥ മതേതരത്വവാദി, അയാളാണ് യഥാർത്ഥ ജനാധിപത്യ വിശ്വാസി, അയാളാണ് ഭരണഘടന നിലനിൽക്കണമെന്ന് ആഗ്രഹിക്കുന്ന യഥാർത്ഥ ഭാരതീയൻ എന്ന് നമുക്ക് കാണിച്ചു കൊടുക്കാൻ വേണ്ടി സാധിക്കും. അല്ലാതെ സ്വയം പഴം വായക്കകത്ത് തിരികെ കയറ്റി വെച്ചിട്ട് ഞങ്ങളൊന്നും അറിയില്ല ഭഗവാനെ എന്ന് പറയുന്ന ചില നികൃഷ്ട ജീവികളോട് ഞങ്ങൾക്ക് പറയാനുള്ളത് ദാ ഇദ്ദേഹമാണ് യഥാർത്ഥ ഇന്ത്യൻ എന്നുള്ളതാണ്. എന്തായാലും വിജേന്ദർ സിംഗിനെതിരെ സംഘപരിവാർ കോണുകളിൽ നിന്ന് സൈബർ ആക്രമണം തുടങ്ങിയിട്ടുണ്ട്. അതായത് ഇത്തരത്തിൽ മതേതരത്വ നിലപാടുകളോടുകൂടി കാര്യങ്ങൾ പൊതുജനങ്ങളോട് സംസാരിക്കുന്ന ആളുകളെ എത്രയും പെട്ടെന്ന് ഇല്ലാതെയാക്കാനുള്ള ശ്രമങ്ങൾ തന്നെയാണ് സംഘപരിവാർ പാളയങ്ങൾ എന്നും എടുത്തിട്ടുള്ളത്. അത് ആധുനിക കാലത്ത് സൈബർ ആക്രമണ രീതി എന്ന് മാത്രമേ ഉള്ളൂ. ന്യൂസ് ഡെസ്ക് പബ്ലിക് കേരള. അവര് ചെയ്യുന്നുണ്ട് എല്ലാ കാര്യവും, നമ്മളെ ബുദ്ധിമുട്ടിക്കാതെ അവര് നോക്കിക്കോളും. ടെൻഷൻ ഫ്രീ കല്യാണത്തിന് ക്ലാപ്പ് ഔട്ട് ഇവന്റ്സ്. വിവാഹം, പ്രൊഡക്റ്റ് ലോഞ്ച്, ബർത്ത്ഡേ പാർട്ടി, കോളേജ് ഇവന്റ്സ് തുടങ്ങി ഏതുതരം ഇവന്റ്സും ഭംഗിയായി നടത്താൻ ഒരേ ഒരിടം, ക്ലാപ്പ് ഔട്ട് ഇവന്റ്സ്.